വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്കേർട്ട് കൺവേർട്ട് ചെയ്തിട്ട് പ്ലാസോ ആക്കാൻ പോവാണ്. അപ്പോൾ 5 മിനിറ്റത്തെ കാര്യമാണ്, ഒട്ടും സ്റ്റിച്ചിങ് അറിയണമെന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. നിങ്ങളുടെ ഏതെങ്കിലും പഴയ ട്രെൻഡൊക്കെ പോയിട്ടുള്ള ഏതെങ്കിലും സ്കേർട്ട് ഉണ്ടെങ്കിൽ അതെടുക്കുക, നമുക്ക് പുതിയ പ്ലാസോ ആക്കി മാറ്റാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ സ്കേർട്ട് ഫുള്ളായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഹിപ്പിൻ്റെ മെഷർമെൻ്റ് ആണ് ആകെ എടുക്കാനുള്ളൂ. നമുക്കിവിടെ അരവണ്ണവും അതേപോലെ ലെങ്ത്തൊക്കെ കറക്റ്റായിട്ട് സ്കേർട്ടിനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് മാത്രമേ എടുക്കാനുള്ളൂ. അതിനായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു കറക്റ്റ് ഫിറ്റായിട്ടുള്ള ഒരു പാൻറ്റോ അല്ലെങ്കിൽ ലെഗിങ്സിൻ്റെ പാൻറ്റോ ഏതെങ്കിലും എടുത്ത് വെച്ചിട്ട് ഹിപ്പ് എത്രയാണുള്ളതെന്നുണ്ടെങ്കിൽ അത് അടയാളപ്പെടുത്താം. കൂടി എത്ര വണ്ണമുള്ളവരായാലും വണ്ണം കുറഞ്ഞവരായാലും 12 അല്ലെങ്കിൽ 13 ഇഞ്ചോ മാക്സിമം ഉണ്ടാവുള്ളൂ. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എവിടെയാണെന്നുണ്ടെങ്കിൽ അത് മെഷർ ചെയ്യുക. എന്നിട്ട് 1 ഇഞ്ചും കൂടെ ഒന്ന് താഴേക്ക് ഇറക്കുക. നമ്മൾ സാധാരണ ചുടി പാൻ്റ് ഒന്നും പോലെയല്ല, പലാസോ ആകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടിരിക്കുന്നതാണ് വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 ഇഞ്ച് താഴോട്ടേക്ക് ഇറക്കുക. ഇതിപ്പോൾ കറക്റ്റ് സെൻറ്റർ വെച്ചിട്ടാണ് ആക്കേണ്ടത്. ഇപ്പം എൻ്റെ ഇത് പാനൽ സ്കേർട്ടാണ്, അപ്പോൾ കറക്റ്റായിട്ട് അവിടെ സ്റ്റിച്ചിങ് ഉണ്ട് സെൻറ്ററിൽ. അതുകൊണ്ടാണ് ഞാനത് മടക്കാതെ ചെയ്തത് കേട്ടോ. നിങ്ങളിപ്പോൾ പാനൽ സ്കേർട്ട് അല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് വേണം. ഇനി താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഈ ബോർഡറും കൂടി എടുക്കുന്നുണ്ട്, ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അറ്റം വരെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഇതാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇനി ഈ 2 സൈഡ് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം. 2 കാലായിട്ട് ഡിവൈഡ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു കട്ട് കൊടുക്കാം. താഴെ വെച്ച് നിർത്തണം. നമ്മൾ മുകളിലേക്ക് ഈ അടയാളപ്പെടുത്തി ഇവിടേക്ക് കയറി പോകരുത്. താഴെ നമ്മൾ 1 ഇഞ്ച് താഴെ അടയാളപ്പെടുത്തിയിട്ടില്ല, അവിടെ വരെ നിർത്താവുള്ളൂ. ഇനി നമുക്ക് ഈ ഓപ്പൺ ചെയ്ത ഭാഗം ഇങ്ങനെ 1/2 ഇഞ്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. അവിടെ അങ്ങ് തുന്നിയെടുക്കണം. ഇത് നമ്മൾ മറിച്ചിട്ടിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ചീത്തവശത്താണ് തുന്നിയെടുക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നല്ല ഭാഗത്ത് വരച്ച് കാണിച്ചു തന്നെ. ഇനി 2 സൈഡും ഇതുപോലെ തുന്നിയെടുക്കുക. ഈ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്, അവിടെ തുന്നിയെടുക്കുക. മുകളിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വള്ളി ഉണ്ടല്ലോ അത് മാറ്റിയിട്ട് ഞാൻ അവിടെ ക്ലോസ് ചെയ്തിട്ട് ഒരു ഇലാസ്റ്റിക് കൊടുക്കുകയാണ്. നമ്മൾ ഒരു 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ഇല്ലേ, അതെടുത്തിട്ട് അത് ക്ലോസ് ചെയ്യുകയാണ്. നമ്മൾ സ്കേർട്ട് ആകുമ്പോൾ ഇങ്ങനെ കെട്ടുന്നതല്ലേ, പ്ലാസോ ആകുമ്പോൾ നമുക്ക് ഇലാസ്റ്റിക് അല്ലേ നല്ലത്. അപ്പോൾ ഞാൻ അവിടെ ഒരു 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്ലാസോ റെഡിയായി. കണ്ടോ, ഒരു 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല ഈ പ്ലാസോ ചെയ്യാനായിട്ട്. ഈ 2 സൈഡ് കട്ട് ചെയ്തിട്ട് ക്ലോസ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ, പ്ലാസോ റെഡി. വേറൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.